എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നമ്മളെന്നും പറയുന്ന പോലെ തന്നെ ഇമിഗ്രേഷൻ ഒരു ന്യൂസ് തന്നെയാണ് ഇപ്പോഴും പറയാൻ പോകുന്നത്. പുതിയ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ കൂടുതൽ ബാധിക്കുക ഇന്ത്യൻ വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും വിനോദസഞ്ചാരികളെയും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പുതിയ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ പ്രത്യേക സാഹചര്യങ്ങളിൽ പഠന, തൊഴിൽ പെർമിറ്റുകൾ റദ്ദാക്കാൻ കനേഡിയൻ അതിർത്തി ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരം നൽകിയതോടെ കാനഡയിലെ ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും വിനോദസഞ്ചാരികളെയും ബാധിച്ചേക്കും എന്നാണ് അറിയുന്നത്. സ്റ്റുഡൻറ് ഡയറക്റ്റ് സ്ട്രീം വിസ പ്രോഗ്രാം മാസങ്ങൾക്ക് മുമ്പ് താൽക്കാലികമായി നിർത്തിവെച്ചതും കാനഡ കർശനമായി മേൽനോട്ടം നടത്തുന്നതും ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് കാലതാമസം, സാമ്പത്തിക നഷ്ടം, അനിശ്ചിതത്വം എന്നിവയ്ക്ക് കാരണമാകുകയും ഉണ്ടായി. കാനഡയുടെ പുതിയ ഇമിഗ്രേഷൻ ആൻഡ് റിഫ്യൂജീസ് പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ് ആക്ട് ജനുവരി 31 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഇലക്ട്രോണിക് യാത്രാ അനുമതി, ETA, താൽക്കാലിക റെസിഡൻറ്റ് വിസകൾ, TRV പോലുള്ള താത്കാലിക റെസിഡൻറ്റ് രേഖകൾ റദ്ദാക്കാൻ അധികാരികൾക്ക് അനുമതി ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ. പുതിയ നിയന്ത്രണങ്ങൾ ഇന്ത്യക്കാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദേശ പൗരന്മാരെയാണ് ഓരോ വർഷവും ബാധിക്കുക. ഈ മാറ്റങ്ങൾ വിദ്യാർത്ഥികൾ, ജീവനക്കാർ, താൽക്കാലിക റെസിഡൻറ്റ് സന്ദർശകർ എന്നിവരെയെല്ലാം ബാധിക്കുമെന്ന് പലരും ഇന്ത്യയിൽ നിന്നുമുള്ളവരുമായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. വിദേശത്ത് ഉന്നത പഠനം തിരഞ്ഞെടുക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാനഡ പ്രധാന ലക്ഷ്യസ്ഥാനമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് കാനഡയിൽ ഏകദേശം 4,27,000 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. തെറ്റായ വിവരങ്ങൾ നൽകുക, ക്രിമിനൽ റെക്കോർഡ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ മരിക്കുക തുടങ്ങിയ കാരണങ്ങളാൽ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസോ സാഹചര്യങ്ങളോ മാറും. അവരെ ആരോഗ്യരാക്കുകയോ അനുവദനീയമല്ലാത്തതാക്കുകയോ ചെയ്യുവാനും ഇവർക്ക് കഴിയുന്ന നിയമ ഭേദഗതികളാണ് വന്നിരിക്കുന്നത്. ഭേദഗതി ചെയ്ത നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് തൊഴിൽ അല്ലെങ്കിൽ പഠന വിസ നിഷേധിക്കപ്പെട്ടാൽ അവരുടെ ഇമിഗ്രേഷൻ രേഖകൾ റദ്ദാക്കാൻ കഴിയും. അനധികൃത ഇടപെടൽ ഒഴിവാക്കാൻ ഇമിഗ്രേഷൻ അതിർത്തി അധികാരികൾക്ക് മാത്രമേ ഈ വിസകൾ റദ്ദാക്കാൻ കഴിയൂ എന്നും നയത്തിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. പരിഷ്കരിച്ച നിയമങ്ങൾ ഏകദേശം 7,000 അധികം താത്കാലിക റെസിഡൻറ്റ് വിസകൾ, വർക്ക് പെർമിറ്റുകൾ, പഠന പെർമിറ്റുകൾ എന്നിവ റദ്ദാക്കുന്നതിന് കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പെർമിറ്റുകൾ റദ്ദാക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾ കാനഡയുടെ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നത് നിരോധിക്കുകയോ കാനഡ വിടേണ്ടി വരികയോ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരുമെന്നും കനേഡിയൻ ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാനഡയിൽ പഠനം നടത്തുന്ന 4,27,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പുറമെ പ്രതിവർഷം ഇന്ത്യയിൽ നിന്നും ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് കാനഡയിൽ എത്തുന്നത്. 2024 ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കാലാവധിയിൽ കാനഡ ഇന്ത്യക്കാർക്ക് 3,65,750 സന്ദർശക വിസകളാണ് നൽകിയിട്ടുള്ളത്. ഇത് 2023 ഇതേ കാലയളവിൽ നൽകിയതിന് 3,45,631 വിസിറ്റിംഗ് വിസകളേക്കാൾ കൂടുതലാണ്. ഇമിഗ്രേഷൻ അഭയാർത്ഥി പൗരത്വ കാനഡ നിയമത്തിൽ ഉൾപ്പെടുന്ന വ്യക്തികളെ അവരുടെ IRCC അക്കൗണ്ട് അല്ലെങ്കിൽ ഇമെയിൽ വഴി അറിയിക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ യാത്രക്കാർക്കും അവരുടെ രേഖകൾ റദ്ദാക്കിയ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകാവുന്ന സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ച് ഇപ്പോഴും ആശങ്കകൾ ഉളവാക്കുന്ന ഒരു സാഹചര്യമാണ് കാനഡയിൽ ഉള്ളത്. നിയമങ്ങളിലെ ഈ മാറ്റങ്ങൾ ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കാനുള്ള കാനഡയുടെ തന്ത്രത്തിന് അനുസൃതമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 2024 നവംബർ കാനഡ പഠിക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെട്ട സ്റ്റുഡൻറ് ഡയറക്റ്റ് സ്ട്രീം വിസ പ്രോഗ്രാം കാനഡ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടും ഉണ്ടായിരുന്നു. 2018 SDS ആരംഭിച്ചത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസ്, ജീവിത ചെലവുകൾക്കുള്ള ഗ്യാരണ്ടീഡ് നിക്ഷേപ സർട്ടിഫിക്കറ്റുകൾ പോലുള്ള പണം മുൻകൂട്ടി കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട വിസ പ്രോസസ്സിംഗ് ത്വരിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ SDS റദ്ദാക്കുന്നത് കാലതാമസത്തിന് കാരണമാകുമെന്ന് ആളുകൾ ആശങ്കാകുലരായിരുന്നു. എന്നാൽ വിദ്യാർത്ഥികൾക്ക് റെഗുലർ സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിക്കുന്നത് തുടരുമെന്നും അതനുസരിച്ച് അവർക്ക് തവണകളായി ട്യൂഷൻ ഫീസ് അടയ്ക്കാമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമായിരിക്കുന്നു. എന്നിരുന്നാലും താൽക്കാലിക താമസ രേഖകൾ റദ്ദാക്കുന്നതിനുള്ള പുതിയ നിയമം മൂലം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ കൂടുതൽ പ്രശ്നം നേരിടേണ്ടി വന്നേക്കും എന്ന് തന്നെയാണ് ഈ നിയമത്തിൽ നിന്നും പുറത്തു വരുന്ന ആശങ്ക. പുതിയ നിയമങ്ങൾ പ്രകാരം പഠന പെർമിറ്റുകൾ റദ്ദാക്കിയാൽ വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കുന്നതിനോ ബിരുദാനന്തരം വർക്ക് പെർമിറ്റിലേക്ക് മാറുന്നതിനോ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരികയും ചെയ്യും.
അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ രാജ്യത്ത് നിന്നും വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ പഠനശേഷം തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരികയും അവർ വിചാരിച്ച രീതിയിൽ അവരുടെ ജീവിത സാഹചര്യം വളർത്തിയെടുക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്ന ഒരു പുതിയ നിയമമാറ്റമാണ് ഇപ്പോൾ കാനഡയിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് വളരെയധികം ശ്രദ്ധയോടെ പഠിച്ച് അത് മനസ്സിലാക്കി, അതല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലെ നിയമങ്ങളെ പഠിച്ച് അവിടുത്തെ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പഠിച്ച് ഏതാണോ നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നത് ആ രാജ്യത്തിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് ലഭിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കറിയുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, ഇനി വിദ്യാർത്ഥികൾ മറ്റു കാനഡയിലേക്കോ അല്ലെങ്കിൽ രാജ്യങ്ങളിലേക്കോ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ ഉപകാരപ്രദമാകും. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.